Hello friends, welcome back to the channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആൻഡ് ഹൈപ്പർഗ്ലൈസീമിക് ഹൈപ്പർ നോൺ കീറ്റോട്ടിക് സിൻഡ്രോം. നമ്മൾ ആദ്യമായിട്ട് എന്താണ് DKA, എന്താണ് HHNS എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടും ഡയബറ്റീസിന്റെ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ ആണ്. DKA മെയിൻലി കാണുന്നത് ടൈപ്പ് 1 ഡയബറ്റീസിലും HHNS മെയിൻലി കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിലുമാണ്. പക്ഷേ റെയർലി നമുക്ക് ടൈപ്പ് 2ലും DKA കാണാൻ പറ്റും. പക്ഷെ മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത് ടൈപ്പ് 1ലാണ്. DKA ഉള്ള പേഷ്യൻറ്റിന് എപ്പോഴും ഓൾമോസ്റ്റ് എവറി ടൈം നമുക്ക് ഷുഗർ എപ്പോഴും വളരെ കൂടുതലായിരിക്കും. 250 mg/dl മുകളിലായിരിക്കും. 300 ആവാം, 350 ആവാം, 400 ആവാം. അതുപോലൊക്കെ തന്നെ ഇത് പെട്ടെന്ന് ഫോം ചെയ്യും. ഡെവലപ്പ് ക്വിക്കലി ആണ്. ചിലപ്പോൾ വിത്തിൻ 24 hours 2 weeksനുള്ളിൽ തന്നെ ഈ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഇത് കോമൺലി കാണുന്നത് 65 years of ഏജിൻ്റെ ബിലോ ഉള്ള ആൾക്കാർക്കായിരിക്കും. കോമൺലി ഇത് മിഡിൽ ഏജ് പീപ്പിളും അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് കോമൺ ആയിട്ട് DKA കാണുന്നത്. അത് കൂടാതെ തന്നെ DKA നമുക്ക് കീറ്റോൺസ്, നമ്മുടെ യൂറിനും ബ്ലഡിലൊക്കെ നമുക്ക് കീറ്റോൺസ് പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അസിഡോസിസും DKAയിൽ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ സെൽസിനും ടിഷ്യൂസിനും മെയിൻ ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ സെൽസിനും ടിഷ്യൂസിനൊക്കെ എനർജി പ്രൊഡ്യൂസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ആണ് മെയിൻ സോഴ്സ് ഓഫ് എനർജി. അപ്പം DKAയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻസുലിൻ്റെ അളവ് വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണ്. ഈ ഇൻസുലിൻ്റെ സഹായമില്ലാതെ ഈ ഗ്ലൂക്കോസിന് ഒരിക്കലും എനർജി നമ്മുടെ ബ്രെയിനിൻ്റെ സെൽസിനൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് എല്ലാം നമ്മുടെ ബ്ലഡിൽ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ കൂടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 250, 300, 350 ഒക്കെ ആവുമെന്നുള്ളത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമ്മുടെ ഇൻസുലിൻ നമ്മുടെ സെൽസിനൊന്നും ബ്രെയിനിൻ്റെ സെൽസിനൊന്നും ഇത് കിട്ടുന്നില്ല, എനർജി കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ലിവർ ഇത് അനലൈസ് ചെയ്തിട്ട് ലിവർ ഓൾറെഡി നമ്മുടെ ശരീരത്തിലെ ലിവറിൽ കുറച്ച് ഗ്ലൂക്കോസ് സ്റ്റോർഡ് ഉണ്ട്. പക്ഷേ മറ്റൊരു സ്ട്രക്ചറിലാണ് ഗ്ലൈക്കഗൻ എന്നുള്ള സ്ട്രക്ചറിൽ കുറച്ച് ഗ്ലൂക്കോസ് സ്റ്റോർഡ് ഉണ്ട്. അത് റിലീസ് ചെയ്യും. അത് റിലീസ് ചെയ്യുമ്പം നമ്മുടെ സെൽസിനൊക്കെ കുറച്ച് കിട്ടും. പക്ഷെ അത് ഫോർ ഇനിഷ്യൽ സർവൈവലിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ വേണം. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിൽ തന്നെ ഫാറ്റ് മെറ്റബോളിസം നടക്കും. ഈ ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പം ഫാറ്റ് മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് കീറ്റോൺ എന്ന് പറയുന്നത്. ഈ കീറ്റോൺ എന്താണ് ഇൻസുലിൻ നമുക്ക് ഹെൽപ്പ് ചെയ്തത്? ഇൻസുലിൻ എന്താണ് ഹെൽപ്പ് ചെയ്തത്? ഗ്ലൂക്കോസിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ കീറ്റോൺ ഗ്ലൂക്കോസിൻ്റെ ഫങ്ഷൻ ചെയ്യും. നമ്മുടെ സെൽസിനൊക്കെ എനർജി കീറ്റോൺ പ്രൊഡ്യൂസ് ചെയ്യും, കീറ്റോൺ കൊടുക്കും. പക്ഷേ കീറ്റോണിന് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. കീറ്റോൺ അസിഡിക് ആണ് നേച്ചറിൽ. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള പേഷ്യൻറ്റിന് നമ്മൾ ABG ചെയ്യുമ്പം എപ്പോഴും പേഷ്യൻറ്റിൻ്റെ ABG ലെവൽ 7.45 അല്ലെങ്കിൽ 7.4 താഴെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഉള്ള പേഷ്യൻറ്റിന് അസിഡോസിസ് പ്രസൻ്റ് ആണെന്ന് പറയുന്നതും അതുപോലെ തന്നെ ബ്ലഡിൽ കീറ്റോൺ ഉണ്ടെന്ന് പറയുന്നതും. ഇതാണ് മെയിൻ മെക്കാനിസം DKAയിൽ നടക്കുന്നത്. എന്നാൽ HHNSൽ എന്താണ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഷുഗറിൻ്റെ ലെവൽ വളരെ കൂടുതലാണ്. ഇവിടെ കുറച്ച് ഇൻസുലിൻ ഉണ്ട്. നമ്മൾ DKAയിൽ എന്താണ് പറഞ്ഞത്? ഇൻസുലിൻ്റെ അളവ് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം സർവൈവ് ചെയ്യാനുള്ള ഇൻസുലിൻ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ സെൽസിന്, ബ്രെയിൻ സെൽസിനൊക്കെ ജസ്റ്റ് ഒരു ഫങ്ഷൻ ചെയ്യാനുള്ള ഇൻസുലിൻ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്ലൈ ഇല്ല. പക്ഷെ അവർക്ക് ജസ്റ്റ് റൺ ചെയ്യാം. അവർക്ക് ഇവിടെ കീറ്റോൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് സർവൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് എന്താണ് ഇങ്ങനെ സൈഡ് സംഭവിക്കുന്നത്? കാരണം ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസുലിൻ കിട്ടുന്നില്ല. ശകലം ഇൻസുലിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ വളരെ കൂടുതൽ പോകുന്നത്. ഇവിടെ നമുക്കൊരു 600, 700 എബോവ് ഒക്കെ നമുക്ക് HHNSൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ HHNS മെയിൻലി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റിനാണ് മെയിൻലി കാണുന്നത്. ഇത് പതുക്കെയാണ്, ഇത് ഗ്രാജുവലി ഇത് ഡെവലപ്പ് ആവത്തുള്ളൂ. പക്ഷേ DKAയിൽ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ചിലപ്പം വിത്തിൻ 24 hours to വിത്തിൻ 2 or 3 days ഇതിൻ്റെ സിംറ്റംസ് ഡെവലപ്പ് ആവും. ബട്ട് HHNSൽ ഇത് ഗ്രാജുവലി ഡെവലപ്പ് ആവുള്ളൂ. ഇത് കോമൺലി കാണുന്നത് ഓൾഡർ പീപ്പിളിനായിരിക്കും. ഇതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. നമുക്കറിയാലോ, എൽഡറിലുള്ള പീപ്പിളിന് അവർക്ക് ഇമ്മ്യൂണിറ്റി അത്ര വലിയ സ്ട്രോങ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവർക്ക് HHNS വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞു, നമുക്കിവിടെ ഫാറ്റ് മെറ്റബോളിസം നടക്കുന്നില്ല. അതുകൊണ്ട് HHNSൽ നമുക്ക് കീറ്റോൺസ് കാണാൻ കഴിയില്ല. യൂറിൻ സാമ്പിൾ അല്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾ ചെക്ക് ചെയ്യുമ്പോഴും നമുക്ക് കീറ്റോണിൻ്റെ പ്രസൻറ്റ് നമുക്ക് കാണില്ല. കീറ്റോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ അസിഡോസിസും കാണില്ല. ABGക്കകത്ത് നമുക്ക് മിക്കപ്പോഴും നോർമൽ ABG ആയിരിക്കും കാണുന്നത്. ഇവിടെ pHൻ്റെ ലെവൽ 7.45 എബോവ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ pH ആയിരിക്കും.
അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് കോസസ് നോക്കാം. കോസസ് നമ്മൾ ഡി കെ ഫസ്റ്റ് നോക്കാം. ഡി കെയിൽ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് അൺഡയഗ്നോസ്ഡ് ടൈപ്പ് 1 DM ആണ്. കാരണം ചില ആൾക്കാർക്ക് കുറേ നാളായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാതെ ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സ് ഒക്കെ കുറേ നാൾ ഡയഗ്നോസ് ചെയ്യാതെ പെട്ടെന്നൊരു ഷുഗറിൻ്റെ അളവ് കൂടി പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് പേഷ്യൻ്റ് ഷുഗറിൻ്റെ ലെവൽ ഇത്രയും കൂടുതലാണ്. അപ്പം ഡോക്ടർ ഓൾറെഡി എന്താണ് അടുത്ത ടെസ്റ്റ് പറയും, ഇലക്ട്രോലൈറ്റ്സ് ചെക്ക് ചെയ്യാൻ പറയും, കീറ്റോൺസ് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ കീറ്റോൺസ് ചെക്ക് ചെയ്യുമ്പോൾ കീറ്റോൺസ് പ്രസൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് അൺഡയഗ്നോസ്ഡ് ടൈപ്പ് 1 DM ആണ്. രണ്ടാമത്തത് എക്സിസ്റ്റിംഗ് ടൈപ്പ് 1 DM. അപ്പം എക്സിസ്റ്റിംഗ് ടൈപ്പ് 1 DMൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പേഷ്യൻറ്റിന് ഇൻസുലിൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ പ്രോപ്പർ ലെവലിലുള്ള ഇൻസുലിൻ കൊടുക്കുന്നില്ല. പേഷ്യൻറ്റ് ചിലപ്പം സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസുലിൻ മെഡിസിൻസ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റ് ചിലപ്പം എന്തെങ്കിലും കാരണവശാൽ അത് സ്റ്റോപ്പ് ചെയ്തു, അതല്ലെങ്കിൽ മെഡിസിൻ അവൈലബിലിറ്റി ഇല്ലാത്ത കാരണം സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ കൊടുക്കുന്ന അളവ് വളരെ കുറവാണ്. അതാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ടൈപ്പ് 1 DMൽ കാരണമാവുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇൻഫെക്ഷൻ ആണ്. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ന്യൂമോണിയ, UTI, സെപ്സിസ്, സ്കിൻ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവും. അങ്ങനെ നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ കൂടും. ഹാർട്ട് അറ്റാക്ക് ആൻഡ് ട്രോമ അതിലും സംഭവിക്കുന്നത് തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ട്രോമയൊക്കെ വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ കൂടും. പിന്നെ പ്രഗ്നൻസി നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. നമ്മൾ കാണുന്നതാണ് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. പ്രഗ്നൻസിയിൽ നമുക്ക് ഷുഗറിൻ്റെ ലെവൽ കൂടുന്നതാണ്. ഇനി നമ്മൾ HHNS നോക്കുകയാണെങ്കിൽ HHNSന്റെ മോസ്റ്റ് കോമൺ കോസസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആണ്. ഒരു മോർ ദാൻ 50-60% ഓഫ് ദ മെയിൻ റീസൺ ഫോർ HHNS ഈസ് ഇൻഫെക്ഷൻ ഇൻ ഓൾഡർ ഏജ് പീപ്പിൾ. കോമൺ ആയിട്ട് കാണുന്ന ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമോണിയ, UTI, സെപ്സിസ്. കോമൺ നമുക്കറിയാം, UTI, ന്യൂമോണിയ, സെപ്സിസ് ഒക്കെയാണ് കോമൺ ആയിട്ട് ഓൾഡർ ഏജ് വരുന്ന ഇൻഫെക്ഷൻസ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസ് മെഡിക്കേഷൻസ് എടുക്കുന്ന പേഷ്യൻ്റ് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പം ഏതെങ്കിലും പേഷ്യൻ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം എടുത്തുകൊണ്ടിരിക്കുന്ന ഡയബറ്റീസ് മെഡിസിൻ ആയിരിക്കും. അതൊരു 2 മന്ത് അല്ലെങ്കിൽ 3-4 മന്ത്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഷുഗറിൻ്റെ അളവ് വളരെ കൂടും. അതാണ് മറ്റൊരു കോസ്. പിന്നെ കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, DKയിലും പറഞ്ഞാണ്. നമ്മൾ സ്ട്രോക്ക് അല്ലെങ്കിൽ പൾമണറി എംബോളിസം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യാൻ സഹായിക്കും. അത് സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ഷുഗർ ലെവൽ വീണ്ടും കൂട്ടും. അത് കാരണം നമുക്ക് HHNS വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില മെഡിക്കേഷൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റിറോയിഡ്സ് കഴിക്കുന്ന പേഷ്യൻ്റ് ഷുഗർ എപ്പോഴും കൂടും, നോർമലിക്കാട്ടി കുറച്ചുകൂടി കൂടും. അതുകൂടാതെ തന്നെ തയാസൈഡ് ഡയറൂട്ടിക്സ്, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പർഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കൂടുന്നത്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഇത് കാണാൻ പറ്റും. DK ആൻഡ് HHNS നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് സിംറ്റംസ് നോക്കാം. ഫസ്റ്റ് DK നോക്കാം. DKയിൽ ഞാൻ ആദ്യമേ പറഞ്ഞാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന് ഡീഹൈഡ്രേഷൻ, രണ്ടാമത്തത് ഹൈപ്പർഗ്ലൈസീമിയ, മൂന്നാമത്തത് കീറ്റോ അസിഡോസിസ്. അപ്പം ആദ്യം ഡീഹൈഡ്രേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് DKയിൽ അല്ലെങ്കിൽ ഷുഗർ കൂടുമ്പോൾ പേഷ്യൻറ്റിന് ഹൈപ്പർഗ്ലൈസീമിയ അഥവാ ഷുഗറിൻ്റെ ലെവൽ 250 അല്ലെങ്കിൽ 300ൻ്റെ എബോവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻറ്റിൻ്റെ മെയിൻ സിംറ്റംസ് പോളിയൂറിയയും, പോളിഡിപ്സി ആൻഡ് പോളിഫേജി, ഇതിങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ പേഷ്യൻ്റ് കാണിക്കും. എന്തുകൊണ്ടാണ് പേഷ്യൻറ്റ് പോളിയൂറിയ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് 250 അല്ലെങ്കിൽ 300ഉം 400 ഒക്കെ ആകുമ്പോൾ നമ്മുടെ കിഡ്നി ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ നോക്കും. ഈ ഗ്ലൂക്കോസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ നമ്മുടെ കിഡ്നി ട്രൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷുഗറിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ വെള്ളവും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഡയൂറിസിസ് സംഭവിക്കും. അങ്ങനെയാണ് നമുക്ക് പേഷ്യൻ്റ് ഡീഹൈഡ്രേഷനിൽ പോകുന്നത്, അല്ലെങ്കിൽ പോളിയൂറിയ വഴി പേഷ്യൻ്റ് ഡീഹൈഡ്രേഷനിൽ പോകുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത് കാണുന്ന സിംറ്റംസ് ആണ് കീറ്റോൺസ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഫാറ്റ് മെറ്റബോളിസം നടക്കും ഇതിൻ്റെ അകത്ത്. ആവശ്യത്തിന് ഇൻസുലിൻ കിട്ടാത്തപ്പം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എനർജി നമ്മുടെ സെൽസിന് കിട്ടാത്തപ്പം മറ്റൊരു വഴി സ്വീകരിക്കും. അതാണ് നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം. അങ്ങനെ ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് കീറ്റോൺ. അപ്പോൾ കീറ്റോൺ ബ്ലഡിലും യൂറിനിലും കാണും. പക്ഷെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ബ്ലഡ് ആണ് നോക്കുന്നത്, യൂറിൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് ബ്ലഡ് കീറ്റോണിൻ്റെ അളവ് ചെക്ക് ചെയ്യാൻ പറ്റാത്ത ഫെസിലിറ്റീസ് കാണും. അവിടെ നമ്മൾ യൂറിനറി കീറ്റോൺ ചെക്ക് ചെയ്യും. പക്ഷെ അത് കൺഫർമേറ്റീവ് ഡയഗ്നോസിസ് അല്ല. പിന്നെ നമുക്ക് കുസ്മോൾ ബ്രീത്തിങ്, ഇതെന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഡീപ് ബ്രീത്തിങ് ആണ്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ കീറ്റോൺസ് ആസിഡിക് ഇൻ നേച്ചറാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ CO2ൻ്റെ ലെവൽ കൂടുമ്പോൾ നമ്മൾ ശരീരം അത് CO2 എക്സ്പേർഡ് ചെയ്യാൻ നോക്കും. നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് ശ്വാസം വിട്ട് നമ്മൾ ആ CO2 നമ്മൾ എക്സ്പെൽ ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് പേഷ്യൻറ്റിൻ്റെ ബ്രീത്ത് റാപ്പിഡ് ഡീപ് ബ്രെത്ത് വരുന്നത്. അത് കൂടാതെ തന്നെ ഇത് പ്രത്യേകം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് ബ്രെത്തിന് ഒരു ഫ്രൂട്ടി ബ്രെത്ത് ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ അസറ്റോൺ ബ്രെത്ത്, ഫ്രൂട്ടി ബ്രെത്ത് ഓർഡറാണ് ഈ പേഷ്യൻറ്റിൻ്റെ ബ്രീത്തിന് നമുക്ക് കാണാൻ പറ്റും.
പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അസിഡോസിസ് ഒരു വൺ ഓഫ് ദ മെയിൻ സിംറ്റംസ് ആണ്. നമ്മൾ കീറ്റോൺസിന് അസിഡിക് ആയതുകൊണ്ട് നമുക്ക് അസിഡോസിസ് കാണാൻ പറ്റും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ പെയിൻ ആണ്. DK ഉള്ള പേഷ്യൻ്റ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന മറ്റൊരു സിംറ്റമാണ് അബ്ഡോമിനൽ പെയിൻ. അതുകൂടാതെ തന്നെ നമുക്ക് നോസിയയും വൊമിറ്റിംഗ് ഒക്കെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. HHNSൽ നമുക്ക് സെയിം തന്നെയാണ്. ഡീഹൈഡ്രേഷൻ ഉണ്ട്. നമ്മുടെ സെയിം മെക്കാനിസമാണ്. നമ്മുടെ യൂറിൻ നമ്മുടെ കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ നമ്മുടെ വാട്ടർ ലോസ് ആകും. അങ്ങനെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ 600ന് മുകളിലായിരിക്കും. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇൻസുലിൻ ഒരു വളരെ കുറച്ച് അളവുണ്ട്. കാരണം നമ്മുടെ സെൽസിനൊക്കെ ജസ്റ്റ് ഒന്ന് ഫങ്ഷൻ ചെയ്യാനുള്ള ഇൻസുലിൻ നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ കീറ്റോൺ കിട്ടത്തില്ല. പിന്നെ നമ്മൾ HHNSും DK ആയിട്ട് മെയിൻലി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു സിംറ്റമാണ് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഇപ്പോൾ നമുക്ക് അഡ്മിറ്റ് ആകുമ്പോൾ നമ്മുടെ ഷുഗർ ചെക്ക് ചെയ്തു, ഷുഗർ നമുക്ക് 600 എബോവ് ആണ്. ആ പേഷ്യൻ്റ് ആ സിംറ്റംസിൻ്റെ കൂട്ടത്തിൽ തന്നെ പേഷ്യൻ്റ് സിംറ്റംസ് ഓഫ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ സ്റ്റേറ്റസ് ചേഞ്ചസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് മെയിനായിട്ട് HHNSലോട്ടാണ് പോകാനുള്ള ചാൻസ്. കാരണം HHNSും DKയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സിംറ്റമാണ്. DKയിൽ നമുക്ക് മെയിനായിട്ട് കാണുന്നത് അബ്ഡോമിനൽ പെയിൻ ആണ്. എന്നാൽ HHNSൽ നമുക്ക് കാണുന്നത് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. പേഷ്യൻ്റ് മെയിനായിട്ട് കോമയിലോട്ട് പോകും, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് മെൻ്റൽ സ്റ്റേറ്റസ് ചേഞ്ചസ് കാണും, അതല്ലെങ്കിൽ പേഷ്യൻ്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള സിംറ്റംസ് നമുക്ക് HHNS കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഹൈപ്പോനട്രീമിയ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈപ്പോനട്രീമിയ ഉള്ള പേഷ്യൻറ്റിന് നമുക്ക് ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് കാണിക്കും. അതിലൊന്നാണ് കൺഫ്യൂഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ ചിലപ്പം കുറവായിരിക്കും, പേഷ്യൻ്റ് ഡ്രൗസി ആയിരിക്കും, പേഷ്യൻ്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതൊക്കെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് HHNSലാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡയഗ്നോസിസ് നോക്കാം. ഡയഗ്നോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈപ്പർഗ്ലൈസീമിയാണ്, ഷുഗറാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യും. ഏതെങ്കിലും പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ നോർമൽ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ്റെയും കൂട്ടത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന രണ്ടിടത്ത് നമ്മൾ DKയിലാണെങ്കിലും HHNSലാണെങ്കിലും നമ്മൾ ബ്ലഡ് ഷുഗറാണ് ഏറ്റവും അധികം ചെക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് DKയിലാണെങ്കിൽ നമുക്ക് കീറ്റോൺ ടെസ്റ്റ് ചെയ്യും. കീറ്റോൺ ബ്ലഡിലും യൂറിനിലും ചെക്ക് ചെയ്യും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് യൂറിൻ ഡിപ്പ് ചെക്ക് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഏതെങ്കിലും ഫെസിലിറ്റീസിൽ നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അറിയാൻ പറ്റുമെങ്കിൽ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് നമ്മൾ കീറ്റോൺ ബ്ലഡ് ചെക്ക് ചെയ്യും. പിന്നെ ABG ചെക്ക് ചെയ്യും. ABG നമുക്ക് DK ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് മെറ്റബോളിക് അസിഡോസിസ് ആണ് മെയിനായിട്ട് കാണുന്നത്. കാരണം നമ്മൾ കീറ്റോൺ അസിഡിക് ആണ്. അതുകൊണ്ട് നമുക്ക് ABG ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ pHൻ്റെ വാല്യൂ 7.45 അല്ലെങ്കിൽ 7.4ൻ്റെ കുറവാണെങ്കിൽ നമുക്ക് DK ആണെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മൾ ബേസിക് മെറ്റബോളിക് ടെസ്റ്റ് നമ്മൾ ചെയ്യും. എന്നാൽ HHNS നമുക്ക് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കീറ്റോൺസ് ചെക്ക് ചെയ്യും. നമ്മൾ കീറ്റോൺസ് ചെക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് പറയാം അത് DK അല്ല. അപ്പോൾ നമുക്കുള്ള അടുത്ത ചാൻസ് പറഞ്ഞാൽ HHNS ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ കോംപ്രിഹെൻസീവ് മെറ്റബോളിക് പാനൽ നമ്മൾ എല്ലാ ഇലക്ട്രോലൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതാണ് നമ്മൾ HHNS മെയിനായിട്ട് കാര്യന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ പേഷ്യൻ്റെ മെയിനായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യും. CBC, നമ്മൾ RFT റീനൽ പ്രൊഫൈൽ ടെസ്റ്റ്, ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള ബാക്കി ടെസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്യും. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു HHNSൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ കോസ് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ഇൻസുലിൻ കൊടുത്ത് നമുക്ക് ഷുഗർ കുറയ്ക്കാം. പക്ഷെ നമുക്ക് അണ്ടർലൈൻ കോസ് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഒരു ലെവൽ വരെ നമുക്ക് ഇൻസുലിൻ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇൻസുലിൻ 4 or 5 or 6 days ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇനിഷ്യൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇൻസുലിനൊക്കെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ മെയിൻ കോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ റിപ്പോർട്ട്സ് അനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ DK അല്ലെങ്കിൽ HHNS നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ DK ആണോ HHNS ആണോ, നമുക്ക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്നത് ട്രീറ്റ്മെൻറ്റ് സൈഡിൽ നിന്നായിരിക്കും. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി റീഹൈഡ്രേഷൻ. നമ്മൾ വേറെ ഒന്നും നോക്കല്ലേ, ഇൻസുലിൻ അല്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ ചിലപ്പോൾ 600 ആവാം, 700 ആയിരിക്കാം, 800 ആയിരിക്കാം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IV ഫ്ലൂയിഡ്സ് കൊടുക്കുന്നതാണ്. മോസ്റ്റ്ലി നമ്മുടെ എക്സാംസ് ഒക്കെ ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് DK എന്ന പേഷ്യൻ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് അത് കാണിക്കത്തില്ല. ഏതെങ്കിലും ഒരു സിനാരിയോ തരും, പേഷ്യൻ്റ് ഡയബറ്റീസ് ആണ്, പേഷ്യൻ്റ് ഷുഗർ ഇത്രയുണ്ട്, പേഷ്യൻ്റ് ERE വന്നു, കീറ്റോൺസ് ചെക്ക് ചെയ്തു, കീറ്റോൺ പോസിറ്റീവ് ആണ്, പേഷ്യൻറ്റിന് 40 ബ്രെത്ത് ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ABG ചെക്ക് ചെയ്തു, ABG അസിഡോസിസ് ആണ്. അങ്ങനെയൊക്കെ കുറേ സിനാരിയോസ് നമുക്ക് തരും. എന്നിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് ചോദിക്കും. ചിലപ്പോൾ അതിൻ്റെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അവർ പറയും പൊട്ടാസ്യം നമുക്ക് 3.3 ആണ്, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു അബ്നോർമലായിട്ട് വാല്യൂ തരും. എന്നിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് എന്താണെന്ന് ചെയ്യും, ഇൻസുലിൻ ചിലപ്പോൾ കാണിക്കുന്ന ഒരു 600 അല്ലെങ്കിൽ 700 ഒക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പൊട്ടാസ്യം കുറവാണ്, അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ പൊട്ടാസ്യം കൊടുക്കാം, 3.3 ഉള്ളൂ, 3.5 ആണ് നോർമൽ, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ 900 അല്ലെങ്കിൽ 800 ആണ്, നമുക്ക് ഇൻസുലിൻ IV എത്രയും പെട്ടെന്ന്, റെഗുലർ ഇൻസുലിൻ IV എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അങ്ങനെ അവർ ചോദിക്കും. പക്ഷേ നമുക്ക് നമ്മൾ പേഷ്യൻറ്റിന് DK എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ DK എന്ന് തരില്ല. നമ്മൾ നോക്കണം പേഷ്യൻറ്റിന്
അസിഡോസിസ് ഉണ്ടോ, മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടോ, കീറ്റോൺ പ്രസന്റ് ആണോ, അല്ലെങ്കിൽ പേഷ്യൻ്റെ ബ്രത്ത് അല്ലെങ്കിൽ ഫ്രൂട്ടി ബ്രത്ത് ഓർഡർ ആണോ, അല്ലെങ്കിൽ പേഷ്യൻ്റെ റെസ്പിറേഷൻ റാപ്പിഡ് ആൻഡ് ഡീപ്പ് ആണോ, ഇതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ഇത് DKA ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഷുഗറിങ് ഹൈപ്പർഗ്ലൈസീമിയ ആണോ, അതോ HHNS ആണോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ബോത്ത് കേസസും DKയിലാണെങ്കിലും HHNS ആണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി IV ഫ്ലൂയിഡ് ആണ്. IV ഫ്ലൂയിഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ 500 ml IV NS കൊടുക്കും വിത്തിൻ 1 hour അക്കോർഡിംഗ് ടു ദ ഷുഗർ ലെവൽ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ BP കുറവായിരിക്കും, അതൊക്കെ അനുസരിച്ച് നമ്മൾ ഡോക്ടറാണ് നമ്മൾ നിശ്ചയിക്കുന്നത് എത്ര എമൗണ്ട് എത്ര ലിറ്റർ നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കണം എന്നുള്ള അതിനൊക്കെ പ്രത്യേകം കാൽക്കുലേഷൻസ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് കൊടുക്കും. അപ്പം ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വന്നു അതിനകത്ത് പറയാം പേഷ്യൻറ്റിൻ്റെ എയർവേ കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റഡ് ആണ്. എയർവേ കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ DK അല്ല, നമ്മുടെ IV ഫ്ലൂയിഡ് അല്ല ഫസ്റ്റ് പ്രയോറിറ്റി. അവിടെ വരുമ്പോൾ നമ്മുടെ എയർവേ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. എൻ്റെ ചിലപ്പോൾ കാണും ഇൻഡിബേഷൻ, ഇയർലി ഇൻഡിബേഷൻ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഓപ്ഷൻ കാണും IV ഫ്ലൂയിഡ്. പക്ഷേ എയർവേ നമ്മൾ എപ്പോഴും നമ്മൾ ABC നോക്കിക്കോണം, എയർവേ ആണ് ഫസ്റ്റ്. നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻറ്റ്, കാരണം നമ്മൾ എയർവേ കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റ് ആയി പേഷ്യൻറ്റ് കനോട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല, പേഷ്യൻ്റെ എയർവേ ബ്ലോക്ക് ആണ്, അങ്ങനെയുള്ള പേഷ്യൻറ്റ് നമുക്ക് എയർവേ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതല്ല എങ്കിൽ നമ്മൾ പൊട്ടാസ്യം അല്ല, ഇൻസുലിൻ അല്ല, അതൊന്നുമല്ല മെയിൻ പ്രയോറിറ്റി. നമ്മുടെ മെയിൻ പ്രയോറിറ്റി റീഹൈഡ്രേഷൻ വിത്ത് IV ഫ്ലൂയിഡ് ആണ് DKയിലും HHNSലും. രണ്ടാമത്തെ നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മൾ IV റെഗുലർ ഇൻസുലിൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ IV റെഗുലർ ഇൻസുലിൻ കൊടുക്കുമ്പോൾ നമ്മൾ മോസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം നമ്മുടെ പേഷ്യൻ്റ് ഷുഗർ എവറി അവർ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മൾ റെഗുലർ ഇൻസുലിൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഷുഗർ നമുക്ക് ഭയങ്കര സ്പീഡിൽ നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെർ അവർ ഒരു 50-55 mg അല്ലെങ്കിൽ 54 mg per DL ആണ് കാൽക്കുലേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരു അത്രയും ലെവലിൽ നമുക്ക് പെർ അവർ കുറച്ചാൽ മതി. കാരണം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു 400 അല്ലെങ്കിൽ 500 ഉള്ള പേഷ്യൻറ്റിൻ്റെ ഷുഗർ ഒറ്റയടിക്ക് ഒരു 150 അല്ലെങ്കിൽ 200 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് സെറിബ്രൽ എഡീമ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പേഷ്യൻറ്റ് ഫ്ലൂയിഡ് ഷിഫ്റ്റ്, ബ്രെയിനിൽ ഫ്ലൂയിഡ് ഷിഫ്റ്റ് സംഭവിക്കും. അങ്ങനെ സെറിബ്രൽ എഡീമ കാരണം ICP കൂടാം, സീഷറിലോട്ട് പോകാം, അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് വരും. നമുക്കറിയാം ഹൈപ്പർഗ്ലൈസീമിയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം, കാരണം നമുക്ക് ഇൻസുലിൻ കൊടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ പേഷ്യൻറ്റ് ഹൈപ്പോ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് പേഷ്യൻറ്റിൻ്റെ സഡനായിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ കുറയ്ക്കേണ്ട. 400 ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അവറിൽ 50, നെക്സ്റ്റ് അവർ 50, നെക്സ്റ്റ് അവർ 50, അങ്ങനെ സ്ലോലി ഗ്രാജുവലി നമുക്ക് ബ്ലഡ് ഷുഗർ കുറച്ചാൽ മതി. ഈവൻ നമ്മൾ സപ്പോസ് നമ്മുടെ ഒരു പേഷ്യൻ്റ് ബ്ലഡ് ഷുഗർ ഇപ്പോൾ ഒരു 400 ആണ്, കീറ്റോൺസ് പെർസെൻ്റ് ആണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് റീഹൈഡ്രേറ്റ് ചെയ്തു, IV ഫ്ലൂയിഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മൾ റെഗുലർ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മൾ എവരി അവർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് ഷുഗർ ഒരു 200 അല്ലെങ്കിൽ 250 വരുമ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിന് നമ്മൾ ഇത് കൂടാതെ തന്നെ ഇനിയും പെട്ടെന്ന് ഡ്രോപ്പ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ 10% ഡെക്സ്ട്രോസ് സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ്ലി നമ്മൾ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു സിനാരിയോ തരും, ഒരു പേഷ്യൻറ്റിന് ഷുഗർ ഇത്രയായിരുന്നു, അപ്പം നമ്മൾ ഷുഗർ കുറഞ്ഞൊരു 200 വന്നു, അപ്പം നിങ്ങളുടെ അടുത്ത മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത്. അപ്പം ഒരു ഷുഗർ നമ്മളൊരു DK ഉള്ള പേഷ്യൻറ്റിനേക്ക് ഒരു ഷുഗർ ഒരു ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു 200 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇങ്ങേ സൈഡിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഷുഗർ എന്ന ലെവൽ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ 10% ഡെക്സ്ട്രോസ് കൊടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഡെക്സ്ട്രോസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഡെക്സ്ട്രോസ് കൊടുക്കുമ്പോൾ നമ്മൾ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യണ്ടായോ? അത് മെയിൻലി അത് എക്സാമിനും ചോദിക്കില്ല, കാരണം മെഡിക്കേഷൻസും ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെയൊക്കെ നമ്മുടെ പ്രിവിലേജ് ഡോക്ടേഴ്സിനാണ്, അതൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. വെദർ ഇൻസുലിൻ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഡെക്സ്ട്രോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യണോ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. പക്ഷേ അറിയാൻ വേണ്ടി പറഞ്ഞാണ് നമ്മൾ DK ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ ഡെക്സ്ട്രോസ് ഒരു 200 ആയി, നമ്മൾ ഡെക്സ്ട്രോസ് ഒരു 50 ml per hour സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇൻസുലിൻ കണ്ടിന്യൂ ചെയ്യും. എന്തിനാണ് ഇൻസുലിൻ കണ്ടിന്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ കീറ്റോൺസ് പ്രസൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ കീറ്റോൺസിൻ്റെ ലെവൽ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് കീറ്റോൺസിൻ്റെ വാല്യൂ നോർമൽ ആവണം. നമുക്ക് ഇൻസുലിൻ നമുക്ക് നോർമലായി പോലും കീറ്റോൺസ് ഹൈ നിൽക്കുവാണെങ്കിൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ കീറ്റോണിൻ്റെ വാല്യൂ കൂടുതലാണ്, നമ്മൾ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്തു, അപ്പോൾ വീണ്ടും കീറ്റോൺസ് ആക്ഷൻ വീണ്ടും ഏറ്റെടുക്കും. കാരണം ഇൻസുലിൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യൻ്റെ ബോഡിയിലെ ഇൻസുലിൻ്റെ ലെവൽ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറയും. അപ്പോൾ വീണ്ടും ഈ കീറ്റോണിൻ്റെ ജോലി ഏറ്റെടുക്കും. അപ്പോൾ വീണ്ടും പേഷ്യൻ്റെ DKയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ കീറ്റോൺസിൻ്റെ ലെവൽ നോർമൽ ആവുക, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറിന് തോന്നുക സാറ്റിസ്ഫാക്ടറി ലെവൽ വരുക എന്ന് വെച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അതുകൂടാതെ തന്നെ ഇൻസുലിൻ കിട്ടുന്ന പേഷ്യൻ്റ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടതാണ് പൊട്ടാസ്യം കറക്ഷൻ. ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽസിൽ നിന്ന്, നമ്മുടെ ബ്ലഡിൽ നിന്ന് നമ്മുടെ പൊട്ടാസ്യം നമ്മുടെ സെൽസിലൂടെ എടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡിലെ പൊട്ടാസ്യത്തിൻ്റെ വാല്യൂ കുറയും. അതുകൊണ്ട് റെഗുലർ ഇൻസുലിൻ കിട്ടുന്ന പേഷ്യൻറ്റിന് യൂഷ്വലി മോസ്റ്റ് ടൈംസ് നമ്മൾ ഈവൻ റിപ്പോർട്ട് നോർമൽ ആണെങ്കിൽ പോലും ഒരു പൊട്ടാസ്യം നമുക്കറിയാം 3.5 to 5 ആണ്, അല്ലെങ്കിൽ 3.5 to 5.2 ആണ് ചില സ്ഥലത്തൊക്കെ. അവിടെ ആണെങ്കിൽ പോലും നമുക്കൊരു 4 ആണെങ്കിൽ പോലും നമുക്ക് ഡോക്ടേഴ്സ് പറയും നിങ്ങൾ IV ഫ്ലൂയിഡ് ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു 20 mg പൊട്ടാസ്യം ആഡ് ചെയ്യും. കാരണം നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ വാല്യൂ കുറയണ്ട. കാരണം പേഷ്യൻ്റെ പൊട്ടാസ്യത്തിൻ്റെ വാല്യൂ നമ്മൾ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞിട്ട് പൊട്ടാസ്യം ഒരു 3.5 അല്ലെങ്കിൽ 3 ഒക്കെ കുറവായി കഴിഞ്ഞാൽ പേഷ്യൻ്റ് അരിത്തീമിയ പോകും, പേഷ്യൻ്റ്
കാർഡിയക് അറസ്റ്റിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൊട്ടാസ്യം നോർമലാക്കണം. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ പൊട്ടാസ്യം നമ്മൾ ഈ പേഷ്യൻറ്റിന് കൊടുക്കും. HHNS ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. HHNS നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി IV ഫ്ലൂയിഡ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു പല സിനാരിയും തരും നമ്മളെ തെറ്റിക്കാൻ വേണ്ടി. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ IV ഫ്ലൂയിഡ് ആണ്. പിന്നെ നമ്മൾ ഇൻസുലിൻ, നമ്മൾ ആസ് യൂഷ്വൽ പഴയ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നു. ഇൻസുലിൻ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഷാർപ്പ് ഡിക്രീസ് വേണ്ട, ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കുറവ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഗ്രാജുവലി പേഷ്യൻ്റ് ഷുഗർ കുറച്ചാൽ മതി. ഇവിടെയും സെയിം തന്നെ നമ്മൾ 200-250 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ 10% ഡെക്സ്ട്രോസ് സ്റ്റാർട്ട് ചെയ്യും. ഡെക്സ്ട്രോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെക്സ്ട്രോസിനകത്ത് കുറച്ച് പൊട്ടാസ്യം കൊണ്ട് ആഡ് ചെയ്യും. കാരണം നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് കീറ്റോണിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യത്തില്ലല്ലോ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ കീറ്റോൺ ആബ്സെൻ്റ് ആണ്. പക്ഷേ നമുക്ക് HHNS നമുക്ക് ഓസ്മോലാരിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്ലഡിൻ്റെ ഓസ്മോലാരിറ്റി ലെവൽ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ DKയിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്ത് കീറ്റോൺസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ബ്ലഡിൻ്റെ ഓസ്മോലാരിറ്റി ചെക്ക് ചെയ്തിട്ട് അത് നമ്മുടെ ഓസ്മോലാരിറ്റി നമ്മുടെ നോർമലിൽ വരുമ്പോൾ നമ്മൾ IV റെഗുലർ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ എപ്പോഴും നോർമലി നമ്മൾ അതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ എനി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എനി ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഡയഗ്നോസിസ് ഒന്നും നമ്മുടെ പ്രിവിലേജ് വരുന്നതല്ല. നമ്മുടെ മെയിനായിട്ട് നേഴ്സിംഗ് കെയർ ആണ് നമുക്ക് വരുന്നത്. പക്ഷേ നമ്മൾ യൂഷ്വലി നമ്മൾ ഒരു റെഗുലർ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു IV ഒരു സബ്ക്യൂട്ടേനിയസ് ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിൽ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കുറച്ച് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് വരെ നമ്മൾ ഇൻസുലിൻ ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻറ്റ് നമ്മൾ എല്ലാ ലാബ് ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും പേഷ്യൻറ്റിന് എസ്പെഷ്യലി HHNS ഉള്ള പേഷ്യൻറ്റിന് ഏതെങ്കിലും പേഷ്യൻറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെപ്സിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും. അതുകൂടാതെ തന്നെ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കോസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ അതും ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ DKയുടെ അല്ലെങ്കിൽ HHNSൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ IV ഫ്ലൂയിഡ് ആണ്. നോർമൽ സലൈനാണ് കോമൺലി കൊടുക്കുന്നത്. അപ്പോൾ എയർവേ ഇപ്പോൾ നമ്മൾ എയർവേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എയർവേ ആണ് ഫസ്റ്റ്. കാരണം നമുക്ക് ഇപ്പം IV ഫ്ലൂയിഡ് കൊടുത്തിട്ട് എയർവേ നോക്കിയില്ലെങ്കിൽ പേഷ്യൻറ്റ് മരിച്ചു പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയർവേ തന്നില്ല എങ്കിൽ നമ്മൾ നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ IV ഫ്ലൂയിഡ് ആണ്. IV ഫ്ലൂയിഡ് കൊടുക്കുകയാണ്. ഇൻസുലിൻ അല്ല നമ്മുടെ പ്രയോറിറ്റി, IV ഫ്ലൂയിഡ് ആണ്. IV ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കീറ്റോണൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ടുള്ള ഫ്ലൂയിഡ് പേഷ്യൻ്റെ ബോഡിയിൽ റീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കീറ്റോണൊക്കെ ബാക്ക് ടു നോർമൽ വരും എന്നാണ് അതിൻ്റെ സിസ്റ്റമായിട്ട് പറയുന്നത്. നമ്മൾ ഇന്ന് നോക്കിയത് DK ആൻഡ് HHNS ആണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഓവർവ്യൂ, നമ്മുടെ DK എന്താണെന്ന് പറഞ്ഞു, HHNS എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ഷുഗർ എന്താണ്, ഏത് ലെവൽ വരെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലൊക്കെ തന്നെ കീറ്റോൺസ് എവിടെയാണ് പ്രസൻറ്റ്, എവിടെയാണ് ആബ്സെൻ്റ് എന്ന് പറഞ്ഞു. എന്താണ് മെയിൻ കോസസ് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ നമ്മൾ സിംറ്റംസ് പറഞ്ഞു. സിംറ്റംസ് നമ്മൾ പറഞ്ഞു ഡീഹൈഡ്രേഷൻ ആണ് ബോത്ത് സൈഡിലും കോമൺ. നമ്മളത് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കീറ്റോൺസ് DKയിൽ കാണാൻ പറ്റും, പക്ഷേ കീറ്റോൺസ് HHNSയിലില്ല. പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഡയഗ്നോസിസ് പറഞ്ഞു. നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നു, നമ്മൾ ABG ചെക്ക് ചെയ്യുന്നു, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ റൊട്ടീൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചു. പിന്നെ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് എപ്പോഴും IV ഫ്ലൂയിഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻസും വരും തെറ്റിക്കൽ. ഫസ്റ്റ് പ്രയോറിറ്റി IV ഫ്ലൂയിഡ്സ് ആണ്. പിന്നെ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാരണം സീച്ചർ വരുന്ന പേഷ്യൻറ്റ് ഈ നമുക്ക് പെട്ടെന്നുള്ള ഷിഫ്റ്റിക്ക് വരുമ്പോൾ നമുക്ക് പല കോംപ്ലിക്കേഷൻസ് വരും. ഡീഹൈഡ്രേഷൻ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് വരും, അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഹൈപ്പോകലീമിയ പോയി കഴിഞ്ഞാൽ കാർഡിയാക് ആയിട്ടുള്ള പ്രോബ്ലം വരും. അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ DK ആൻഡ് HHNSൽ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു NCLEX അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോമെട്രി എക്സാമോ അല്ലെങ്കിൽ DH അല്ലെങ്കിൽ നേഴ്സിംഗ് എക്സാമിനൊക്കെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അപ്പം എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് വിൽ വെയിറ്റ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.